കോഴിക്കോട് മുക്കാളി റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ലാഭകരമല്ലാത്ത ഹാൾ സ്റ്റേഷൻ എന്ന പേരിലാണ് നീക്കം. കോവിഡ് കാലം വരെ 10 ട്രെയിനുകൾ നിർത്തിയിരുന്ന സ്റ്റേഷനിൽ ഇപ്പോൾ 4 ട്രെയിനുകൾക്ക് മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത്. കോവിഡ് കാലത്ത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് പാസഞ്ചർ ട്രെയിനുകളുടെ ഹാൾട്ട് സ്റ്റേഷനിലെ സ്റ്റോപ്പുകൾ താൽക്കാലികമായി നിർത്തിയത്. കോവിഡ് ആശങ്ക മാറിയെങ്കിലും റെയിൽവേയുടെ സമീപനത്തിൽ മാത്രം മാറ്റം വന്നില്ല. പാസഞ്ചർ ട്രെയിനുകളുടെ സ്റ്റോപ്പുകൾ വെട്ടിക്കുറച്ചതോടെ 100 വർഷം പഴക്കമുള്ള മുക്കാളി സ്റ്റേഷന്റെ വരുമാനം കുത്തനെ കുറഞ്ഞു. ആകെയുള്ള 4 ട്രെയിനുകളിൽ 2 എണ്ണം പ്രാധാന്യമില്ലാത്ത സമയത്താണ് നിർത്തുന്നതും. ഇതും വരുമാനം കുറയാൻ കാരണമായതായി പറയുന്നു. 10ഓളം ട്രെയിനുകൾ നിർത്തിയിരുന്ന ഈ മുക്കാളി റെയിൽവേ സ്റ്റേഷനിൽ കോവിഡിന് ശേഷം വെറും 2 വണ്ടികൾ മാത്രം നിർത്തുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കോടേക്കും അതേപോലെ തന്നെ കോയമ്പത്തൂരിലേക്കും പോകുന്ന നിരവധി രോഗികളും വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ഗവൺമെൻറ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. തലശ്ശേരി ഭാഗത്തേക്ക് രാവിലെ 7:50-നും വൈകിട്ട് 3:15-നും, കോഴിക്കോട് ഭാഗത്തേക്ക് വൈകിട്ട് 3:55-നും 6:05-നുമാണ് ട്രെയിനുകൾ. കോഴിക്കോട് കണ്ണൂർ ഭാഗങ്ങളിലേക്ക് ജോലിക്കും പഠന ആവശ്യങ്ങൾക്കുമായി 100 കണക്കിന് ആളുകളാണ് മുക്കാളി സ്റ്റേഷനെ ആശ്രയിച്ചിരുന്നത്. എന്നാൽ സ്റ്റോപ്പുകൾ വെട്ടിക്കുറച്ചതോടെ മറ്റു വാഹനങ്ങളെ ആശ്രയിച്ച് വടകര റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട അവസ്ഥയാണ്. കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കെയാണ് സ്റ്റേഷൻ തന്നെ നിർത്തലാക്കാനുള്ള ശ്രമം നടക്കുന്നതെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. ഈ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്നത് ഈ സ്റ്റേഷനിലെ ജനപ്രിയമായി ജനങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകൾ നിർത്തി ഈ സ്റ്റേഷൻ ലാഭകരമല്ല എന്ന പേരിൽ പൂട്ടാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നത്. ഈ ഗൂഢനീക്കത്തെ ഈ നാട്ടിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷികളും കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ എതിർത്തുകൊണ്ട് ഇതിനെതിരെ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. റെയിൽവേയുടെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. എന്നാൽ സ്റ്റേഷൻ അടച്ചുപൂട്ടുന്നു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് റെയിൽവേ പാലക്കാട് ഡിവിഷൻ അറിയിച്ചു. വികസനമാണേലും സംരംഭമാണേലും സ്ഥാപനമാണെങ്കിലും അടച്ചുപൂട്ടുവാനും അവസാനിപ്പിക്കുവാനും എളുപ്പമാണ്. അതില്ലാതായാൽ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതവും കഷ്ടപ്പാടും കൂടി അധികൃതർ മനസ്സിലാക്കണമെന്നാണ് പറയുവാനുള്ളത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഏതായാലും ഈ സ്റ്റോപ്പുകൾ വെട്ടിക്കുറച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുന്ന 100 കണക്കിന് ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും ഒക്കെയാണ്. പ്രതികരണങ്ങളിലേക്കാണ്. കോവിഡ് വരുന്നതിന് മുമ്പ് ഒരുപാട് ട്രെയിനുകൾ നിർത്തിയിട്ടുള്ളൊരു സ്റ്റേഷനായിരുന്നു മുക്കാളി റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ നമ്മുടെ രാവിലെ 6:50-ന്റെ ട്രെയിന് ഇവിടെ നിർത്താതെ പോകുന്നത് വളരെ പ്രയാസമുണ്ട്. അവർ വളരെ നിസ്സാരമായിട്ടാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും അതുപോലെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വങ്ങളുമായ റെയിൽവേ സ്റ്റേഷനിൽ അവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ ട്രെയിൻ നിർത്താൻ ആവശ്യപ്പെടുന്നു, നിർത്തലാക്കുന്ന സ്റ്റേഷനിലാണോ ട്രെയിൻ നിർത്തേണ്ടതെന്ന് ഒരു ചിരിയോടുകൂടി പറയുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വീണ ഒരു ഇടുത്തി പോലെയാണ് എനിക്ക് തോന്നുന്നത്. മലബാറിലെ യാത്രാ ദുരിതം എല്ലാവർക്കും അറിയാവുന്നതാണ്. റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിലും പെട്ട് നടപടികൾ എടുക്കുന്നതാണ്. പല ട്രെയിനുകളിലും നിത്യ യാത്ര ചെയ്യുന്ന ജീവനക്കാരുടെ അടക്കമുള്ള ആളുകൾ കുഴഞ്ഞു വീഴുന്ന രീതിയിൽ വലിയ തിരക്കാണ് മലബാറിലെ യാത്രാ സൗകര്യത്തിലുള്ളത്. ഇത്തരത്തിൽ നിലവിലുള്ള സൗകര്യം പോലും ഇല്ലാതാക്കുന്ന നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. ശക്തമായ സമര പരിപാടികൾ നടത്തേണ്ടതുണ്ട്. സർക്കാരിന്റെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളോടക്കമുള്ള ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട്.